പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മളെ ദൈവം വളരെ നന്മയോടും ക്ഷേമത്തോടും നടത്തി. അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഇനിയും വരുന്ന വർഷം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്കിലും നമുക്ക് അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി സർവേശ്വരൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ലിക്കോബ ടിപ്സ് എന്ന് പറഞ്ഞതുപോലെ ഒരു 2-3 ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ലിക്കോബ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ വീടുകളിൽ ഉള്ള ഒരു സാധനമാണ് ഫ്രിഡ്ജ്. എപ്പോഴും അത് വളരെ വൃത്തികേടായിട്ടൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷേ എത്ര പഴകിയ ഫ്രിഡ്ജാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് ഇതിനെ വൃത്തിയാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന 2 ഐറ്റം കൊണ്ടാണ് ഞാനിതിന് വൃത്തിയാക്കി കാണിക്കുന്നത്. അതിനാവശ്യമുള്ള സാധനമാണ് നാരങ്ങ, ഉപ്പുപൊടി. അതിനെ നമുക്ക് ഉപ്പുപൊടിയിൽ മുക്കി നമുക്ക് ഫുള്ള് ഫ്രിഡ്ജിനെ നമുക്കൊന്ന് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എത്ര പഴകിയ ഫ്രിഡ്ജാണെങ്കിൽ പോലും ഇതിന് നല്ലൊരു തിളക്കം കിട്ടുന്നതായിരിക്കും. നമ്മൾ ഒരു ആഴ്ചയിലൊരിക്കൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 15 ദിവസം കൂടിയിരിക്കലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സൂപ്പറായിട്ടിരിക്കും. അങ്ങനെ ഞാൻ ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതിനെ നമ്മൾ തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടിത് ഷൈൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഫ്രിഡ്ജ് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് 10-15 ദിവസം കൂടിയിരിക്കലേ ഒന്ന് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കും. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ ആദ്യത്തെ ടിപ്പ്. ഇനിയും ഞാൻ അടുത്തത് 2ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാഷ് ബേസിൻ്റെയും ഒക്കെ ടാപ്പുകൾ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം ഒരു കളറെല്ലാം മങ്ങി വല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം. അതിനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിലൊന്ന് ഷൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടുന്ന സാധനമാണ് ടൊമാറ്റോ സോസ്. നമ്മളൊരു കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിതിനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ അലൂമിനിയം ഫോയിൽ ഇതിനെ നല്ലതായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് ഒരു അലൂമിനിയം ഫോയിൽ റൗണ്ടായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇതിനെ തേച്ച് കഴിയുമ്പോൾ നമ്മുടെ ടാപ്പുകളൊക്കെ നല്ല പുത്തൻ പോലെ തിളങ്ങുന്നതാണ്. ഇപ്പോൾ ഞാനിത് ചെയ്തിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കാം. വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ടാപ്പുകളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തുരുമ്പ് പിടിക്കാതെയും നല്ല ക്ലീനായിട്ട് പുതിയതുപോലെ ഇരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ടാപ്പ് ചെറുതായിട്ട് കഴുകി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും
പഴയതെങ്ങനെ ഇരുന്നു ഇപ്പോഴെങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസമെന്ന് നിങ്ങളുടെ മുന്നിൽ തന്നെയാണ്. നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് തിളങ്ങുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ ഞാൻ കാണിച്ചു തരികയാണ്. ഇതുപോലെ നിങ്ങളും എല്ലാം ചെയ്ത് നോക്കുക. എല്ലാം അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ടി വിയാണ്. നമ്മുടെ ടി വിയിൽ നമ്മൾ ഒരിക്കലും വൃത്തിയാക്കാൻ ചിലർ വൃത്തിയാക്കുന്നവർ കാണുമായിരിക്കും. ഇപ്പോൾ തന്നെ ഞാനൊന്ന് ഇങ്ങനൊന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം കയ്യിൽ നിറച്ച് എൻ്റെ ഡസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനാവശ്യമുള്ള സാധനമാണ് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റും ഒരു ബ്രഷും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. എന്നിട്ട് ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് നമുക്കിതിനെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് ഫുൾ ടി വി നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതിന് ഡസ്റ്റ് കാണാമായിരിക്കും. നോക്ക് എന്തുമാത്രം, നോക്ക് ടി വിയുടെ ഡസ്റ്റാണ്. നമുക്ക് നല്ലതായിട്ട് ഇതിനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാമായിരിക്കും. ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നു. നേരം വല്ലപ്പോഴും നിങ്ങളും ഇങ്ങനെ വീട്ടുപകരണങ്ങളെയെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക. അങ്ങനെ എൻ്റെ ക്ലീനിങ് പൂർണ്ണമായിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ 3 ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. നമസ്കാരം.